തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓറഞ്ച് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഇതിൽ നമ്മൾ കോൺഫ്ലവറോ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ സ്റ്റവ് ഓൺ ആക്കാതെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൂവപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കോൺഫ്ലവറിനും ജെലാറ്റിനും ഒക്കെ പകരമായിട്ട് യൂസ് ചെയ്യുന്നത് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് റെഡി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് പുളിയുള്ള ജ്യൂസാണ്, അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതൽ മധുരം ചേർത്ത് കൊടുത്ത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, അത് ആ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂവപ്പൊടി അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും, അപ്പോൾ കട്ടായി സെറ്റാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം സ്റ്റവ് ഓണാക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കാം. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൂവപ്പൊടി പെട്ടെന്ന് കട്ടയാവുന്നത് കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ അതിൽ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ആയി ജസ്റ്റ് കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1.5 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കൂവയും ഓറഞ്ച് ജ്യൂസും കൂടി നന്നായിട്ട് മിക്സായി വരണം. നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൂവയുടെ ആ കട്ട സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കും. അപ്പോൾ നമ്മൾ പുഡിങ് ശരിക്കും റെഡി ആയി കിട്ടില്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂവയും ഓറഞ്ച് ജ്യൂസും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ ആ കൺസിസ്റ്റൻസി റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടില്ല, കുറച്ചുകൂടി ലൂസായിട്ടാണ് വെള്ളമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി കൂവപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കൂവപ്പൊടി പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മൾ ഈ കൂവ വിരകിയത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു ജെല്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഒരു 1 അവർ നമ്മൾ റെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടി തണുപ്പ് ആ ടേസ്റ്റിൽ ലഭിക്കണമെങ്കിൽ 1 അവർ ഫ്രിഡ്ജിലും വെക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്തെടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു തണുപ്പും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, അല്ലാതെ പുറത്ത് തന്നെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂറൊന്നും സെറ്റാവാൻ വേണമെന്നില്ല, മാക്സിമം 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് 1 മണിക്കൂർ വെച്ചതിന് ശേഷം. ഇത് മെല്ലെ ബൗളിൽ നിന്ന് അടർത്തിയെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. കൂവവെള്ളമാണ് നമ്മൾ ക്ഷീണത്തിനൊക്കെ തയ്യാറാക്കി കുടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. കൂവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് പുഡിങ്ങും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ കൂവക്കുറുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂവയിലേക്ക് നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ആവും അതിനുണ്ടാവുക. കൂവക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് പുഡിങ് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.